ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. അപ്പം ഇന്ന് ഒരുങ്ങാൻ പോകുന്നത് ഞാനല്ല, നമ്മുടെ നന്ദൂട്ടിനെയാണ് നമ്മളിന്ന് ഒരുക്കാൻ പോകുന്നത് കേട്ടോ. അത് ഞാനാണ് ഒരുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫേസിൽ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ അബ്സർവ് ആയിക്കോളും കേട്ടോ. നല്ല ലെവലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കാശിക്കുട്ടൻ ഭയങ്കര ബഹളമാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കിലൊക്കെ കയറി വന്നിട്ട് നല്ല ബഹളമായിരുന്നു ആളതിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഫേസിൽ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഫേസിൽ എല്ലായിടത്തും ഒന്ന് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാവേ. ഞാൻ സ്പഞ്ച് ഉപയോഗിച്ചിട്ടൊന്നും അല്ല ബ്ലെൻഡ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതാകുമ്പോൾ എനിക്കൊന്നും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ടച്ച് ചെയ്യുകയാണ് കേട്ടോ ഫേസിൽ. ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിൽ കുറച്ച് സൺസ്ക്രീം ഇട്ട് കൊടുക്കാവേ. കുറച്ച് എമൗണ്ട് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ഫേസിൽ എല്ലായിടത്തും നമുക്ക് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഇത്രയും നമ്മൾ ഫേസിൽ ബേസിക്കായിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇനി കുറച്ച് നമ്മൾ സെറ്റിംഗ് പൗഡർ കൊണ്ടിട്ട് സെറ്റിംഗ് പൗഡർ കേട്ടോ, കോമ്പാക്ട് പൗഡർ കൊണ്ട് നമ്മൾ ഫേസിൽ ഫുള്ളും ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത്ര നമ്മൾ ഫേസിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ, ഫൗണ്ടേഷനൊന്നും ഇടുന്നൊന്നുമില്ല. ഇനി നമ്മളൊരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഐബ്രോ നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കൊച്ചുകുട്ടിയല്ലേ, അപ്പം ഐബ്രോസ് ഒന്നും ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പം വലുതായിട്ടൊന്നും ഐബ്രോസിൽ പെൻസിൽ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ, 2 ഐബ്രോസും. അപ്പോൾ ഐബ്രോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അതിൽ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഞാനൊരു ലൈറ്റ് റോസ് കളറാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ആ ഡ്രസ്സിന് പറ്റുന്നത് ആ കളറിലാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാനൊരു ലൈറ്റ് റോസ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ഓവറായിട്ട് നിൽക്കുകയില്ല, അങ്ങനത്തെ മോഡലൊരു കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഐ ഷാഡോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനി ഐലൈനർ എഴുതുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കാശിക്കൂട്ടൻ അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബഹളമാണെന്ന്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഐലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിഗ് ലൈനൊന്നും ഇടുന്നില്ല, അല്ലാതെ തന്നെ വെറുതെ ഇങ്ങനെ എഴുതാണ് കേട്ടോ. കണ്ണൊന്ന് എടുത്തറിയാൻ വേണ്ടി നമ്മൾ ഇത്തിരി വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ കണ്ണിലും എഴുതി കൊടുക്കാവേ. അങ്ങനെ ഇപ്പുറത്തെ കണ്ണിലും വേഗം തന്നെ നമ്മൾ ഐലൈനറും എഴുതി കഴിഞ്ഞ്. അപ്പോൾ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ് ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിലും ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫേസിലെ മേക്കപ്പ് ലുക്ക് കേട്ടോ. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാവേ. 2 കണ്ണിലും നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഫേസിലെ മേക്കപ്പ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓവറായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാവേ. പൊട്ടും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫേസിലെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്, ജുംക്ക കമ്മലാണ് ഇട്ടിരിക്കുന്നത്. ഡ്രസ്സ് ഒരു പട്ടുപാവാടയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്കിനി ഹെയർ സ്റ്റൈൽ ചെയ്യാവേ. അപ്പം നമ്മൾ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത് ഹെയർ.
ബാക്ക് ഹെയറിന് അധികം ലെങ്ത് ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിൽ നിന്നും മെടഞ്ഞ് കിട്ടാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നൊരു ചെറിയ പോർഷൻ എടുത്തിട്ട് ബാക്കിയുള്ള ഹെയർ ചെയ്യി കൊടുക്കുക കേട്ടോ. കോംബ് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് കുറച്ച് ഹെയർ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഹെയർ നമുക്ക് സാധാരണ നോർമൽ രീതിയിൽ നോർമലായിട്ട് നമ്മൾ പിന്നുന്ന പോലെ തന്നെ നമുക്ക് പിന്നി കൊടുക്കാം കേട്ടോ മുടി. എന്നിട്ട് ഒരു തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്രണ്ടിലിട്ടിരിക്കുന്ന ഹെയറില്ലേ അതെടുത്തിട്ട് നമ്മൾ മെടയുന്നതിൻ്റെ ഹെയറിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ അത് ഒരു തവണയും കൂടെ നമ്മൾ പിന്നി കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ട് പാർട്ടീഷനിൽ നിന്ന് ഹെയർ എടുത്തിട്ട് അതുമായിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മൾ മെടഞ്ഞ് ഫൈനലി നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ നമുക്കൊരു സ്ലൈഡ് ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ട് അവിടെ ഇരുന്നോളുവേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം 1 സൈഡ് ഓക്കെ കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ എടുക്കണം കേട്ടോ. കുറച്ച് പാർട്ടീഷൻ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് മുടി ഫ്രണ്ടിലോട്ട് നമുക്ക് ഇട്ടിട്ട് ബാക്കി സൈഡ് ഇതേപോലെ തന്നെ മെടഞ്ഞെടുക്കാവേ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മെടഞ്ഞതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് വീണ്ടും അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മെടഞ്ഞ് നമുക്ക് കൊണ്ടുവരാവേ. പിന്നെ ഈ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ഒന്നും കൂടെ ഇട്ടുവെന്നേ ഉള്ളൂ. എങ്കിലല്ലേ ഫുൾ മേക്കപ്പ് ലുക്ക് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ സൈഡ് നമുക്ക് സ്ലൈഡ് കുത്തി കൊടുക്കാം. അങ്ങനെ 2 സൈഡും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡുമാണ് കേട്ടോ ഇത്. ജ്വല്ലറീസായിട്ട് ചെറിയൊരു മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജുംക്ക കമ്മലാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ജുംക്ക കമ്മൽ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഹെയർ സ്റ്റൈലും ഒക്കെ നല്ല അടിപൊളിയായിട്ടില്ലേ. ഷോർട്ട് ഹെയർ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ സ്റ്റൈലാട്ടോ ഇത്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓണം മേക്കപ്പ് ലുക്കാണ് ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.